റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2019 ദേവസ്വം ഭരണസമിതിക്കെതിരെ മൊഴി. റിപ്പോർട്ടർ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറാണ് മൊഴി നൽകിയത്. പോറ്റിക്ക് പാളികൾ കൈമാറിയത് ഭരണസമിതി പറഞ്ഞതു പ്രകാരമാണെന്നും ചെമ്പുപാളികൾ എന്നെഴുതിയത് മേലുദ്യോഗസ്ഥർ പറഞ്ഞതുകൊണ്ടാണെന്നുമാണ് മൊഴി. സുധീഷിന്റെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം SIT തുടർ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. ഹരിമോഹനുണ്ട്. ഹരി, ദേവസ്വം ബോർഡിന് കുരുക്കായി മാറുന്ന മൊഴിയാണ് ഇപ്പോൾ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാർ നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുരുക്ക് മുറിവുകയാണോ ദേവസ്വം ബോർഡിന്? ഹരിമോഹൻ. അരുൺ, തീർച്ചയായിട്ടും ഈ സുധീഷ് കുമാറിന്റെ മൊഴി ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം സുധീഷ് കുമാറിന്റെ മൊഴി വന്നതിന് തൊട്ടു പിന്നാലെയാണ് മുൻ ദേവസ്വം കമ്മീഷണർ കൂടിയായിരുന്ന N വാസുവിനെ ചോദ്യം ചെയ്തതെന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം N വാസുവും പത്മകുമാറും അടക്കമുള്ള ദേവസ്വം ബോർഡിലെ ഉന്നതരായിട്ടുള്ള വ്യക്തികൾക്കെതിരെയാണ് സുധീഷ് കുമാറിന്റെ മൊഴി എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഈ ഉദ്യോഗസ്ഥർ, സാങ്കേതികമായി ഉദ്യോഗസ്ഥർ എന്നുള്ള തസ്തികയിൽപ്പെട്ട മറ്റാളുകളെ കുറിച്ചിട്ടല്ല, അല്ലെങ്കിൽ പ്രതിപട്ടികയിലുള്ള അവരെ കുറിച്ചിട്ടല്ല സുധീഷ് കുമാറിന്റെ മൊഴിയുള്ളത്. ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട ഉദ്യോഗസ്ഥ വിഭാഗത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾക്കൊക്കെ എതിരെയാണ് സുധീഷ് കുമാറിന്റെ മൊഴി വന്നിരിക്കുന്നത്. സുധീഷ് കുമാർ പറയുന്നത് പ്രകാരം അന്ന് ആ സമയത്ത് മഹസർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ വന്നിട്ടുള്ളത് ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള ഉന്നതരായിട്ടുള്ള വ്യക്തികളിൽ നിന്നാണ്. അത് ഭരണസമിതിക്കും അറിയാം. ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ കൂടി അത്തരത്തിൽ തനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെറും എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള തനിക്ക് മാത്രം ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് സുധീഷ് കുമാർ അന്വേഷണ സംഘത്തോട് ആവർത്തിച്ചു എന്നുള്ളതാണ് അറിയുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള പദവിയിൽ ഇരിക്കുമ്പോൾ തനിക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുക മാത്രമായിരുന്നു താൻ ചെയ്തത്. ഇവർ പറഞ്ഞത് പ്രകാരം സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് എഴുതി രേഖപ്പെടുത്തിയ ശേഷം ഇവരെ തന്നെ, അതായത് ഭരണസമിതിയിൽപ്പെട്ട ആളുകളെ കാണിച്ചു, ഉദ്യോഗസ്ഥരിലെ പ്രധാനപ്പെട്ട ആളുകളെ കാണിച്ചു. ഇവരാരും എതിർപ്പ് രേഖപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ ഇത് സ്വർണ്ണമാണ് എന്ന് തിരുത്തി എഴുതണമെന്നോ പറഞ്ഞില്ല. അപ്പോൾ ഇത് ഔദ്യോഗിക രേഖയാക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാമായിരുന്നു. അത് താൻ ഒറ്റയ്ക്ക് ചെയ്തതേ അല്ല എന്നുള്ളതാണ് സുധീഷ് കുമാറിന്റെ മൊഴിയായി പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഇതിന്റെ മറ്റു രേഖകൾ, ആ രേഖകൾ ഉണ്ടാക്കിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികൾ കൊടുത്തുവിടാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയതും പോറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുപോയതുമെല്ലാം ഈ ഭരണസമിതിയിൽപ്പെട്ട ആളുകളാണ്, ഉദ്യോഗസ്ഥരിൽപ്പെട്ട മറ്റ് ചില ആളുകളാണ് എന്നുള്ളതാണ്. ആ ഉദ്യോഗസ്ഥരിൽപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോഴാണ് അവിടെ അന്ന് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന N വാസുവിലേക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചോദ്യശരം ഉയരുന്നത്. അത് തന്നെയാണ് മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പ്രേക്ഷകർ അറിയുന്നു, ഡി സുധീഷ് കുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം ബോർഡിനെതിരെ മൊഴി നൽകിയിരിക്കുന്നു എന്ന നിർണായക വിവരമാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.